ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. തുझसे बढ़कर यीशु मेरे किसी और को ना चाहूं मैं. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 6-ാം ദിവസം. ദൈവം ഉണ്ടാക്കിയതിനെ എല്ലാറ്റിനെയും കർത്താവ് നോക്കിയിട്ട് കർത്താവ് പറയാണ് എല്ലാം നല്ലതാണ്. ആമേൻ. ഞാനിന്ന് പരിശുദ്ധാത്മാവില് നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവം എന്ത് പറയുന്നു. ദൈവം ഉണ്ടാക്കിയതിനെ ദൈവം നോക്കിയിട്ട് പറയാണ് നല്ലതാണ്. ഇന്ന് നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് പറയാനുള്ളത് ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന പ്രശ്നമുണ്ടെന്നല്ല, നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു നല്ലതാ. ആമേൻ. എനിക്ക് ഈ വചനം നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. എൻ്റെ ഉള്ളിലുണ്ട് ആ ഹൃദയം. ദൈവം നിങ്ങളെ നോക്കുന്നു. കർത്താവ് പറയാൻ നല്ലതാ. ഞാൻ സൃഷ്ടിച്ച എൻ്റെ മകൻ നല്ലതാ, ഞാൻ സൃഷ്ടിച്ച എൻ്റെ മകൾ നല്ലതാ, ഞാൻ പണിതെടുക്കുന്ന ഈ കുടുംബം നല്ലതാ, ഞാൻ ഈ മക്കളുടെ കയ്യിൽ കൊടുത്ത ഈ തലമുറ നല്ലതാ. സ്തോത്രം. പിശാചും ലോകമൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാകാം, കൊള്ളത്തില്ല, പരാജയമാണ്. പക്ഷെ ദൈവം നോക്കിയിട്ട് പറയുന്നു നല്ലതാണ്. എനിക്കവിടെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് യേശു നോക്കി, അല്ലെങ്കിൽ ദൈവം നോക്കി. സൃഷ്ടിച്ച് പോവുകയല്ല ദൈവം. അത് കഴിഞ്ഞൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ തന്നെ എന്താ അത്ഭുതങ്ങൾ സംഭവിക്കുന്നറിയാമോ? ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. ദൈവം ചിലത് കാണാനൊക്കെയാ നോക്കുന്നേ. ഒന്ന്, തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നവൻ നോക്കുന്നുണ്ട്. 2, തങ്ങൾ ഏകാഗ്രചിത്തന്മാർ ഉണ്ടോ എന്നവൻ നോക്കുന്നുണ്ട്. വേറൊരു നോട്ടമുണ്ട്, ദേശത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്നവൻ നോക്കുന്നുണ്ട്. വേറൊരു നോട്ടമുണ്ട്, ആമേൻ, ഇസ്രായേൽ മക്കളുടെ പുറകെ ഫറവോൻ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഒരു നോട്ടം നോക്കി. പിന്നെ ഫറവോൻ മുമ്പോട്ട് ചലിച്ചില്ല. ആ ചെങ്കടൽ അവസാനമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് നോക്കുന്നു. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വ്യക്തിയാണോ? രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ? കർത്താവ് പറയും നല്ലതാ. അങ്ങനെ മുമ്പോട്ട് ജീവിക്കുന്ന നിന്റെ മുമ്പിൽ പുറകെ നിന്നെ ഒരു വിധത്തിലും ഉയർത്താതെ, എത്ര പീഡിപ്പിച്ചിട്ടും പകതീരാതെ,
എത്ര അപകരിച്ചിട്ടും ദേഷ്യം തീരാതെ നിന്നെ തീർത്ത് കളയാൻ വേണ്ടി പുറപ്പെടുന്ന ദുഷ്ടമണ്ഡലമുണ്ടോ? സാരമില്ല, ദൈവം നോക്കും. ചിലതിൻ്റെയൊക്കെ നിന്നെ തകർക്കുന്ന ചിലതിൻ്റെയൊക്കെ അവസാനത്തിൻ്റെ സമയങ്ങളാണിത്. ദൈവം ഇന്ന് ഈ വചനം പറയുമ്പോൾ എന്നോട് പറയാൻ പറയുന്നു, നീ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ കാണത്തില്ല. ചിലതിനെയൊക്കെ ദൈവം നിന്റെ ലൈഫിൽ നിന്ന് മാറ്റാൻ പോവുക. എങ്ങനെ സംഭവിച്ചു? ദൈവം നോക്കി. ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നോക്കിയിട്ട് പറയുകയാണ്, നല്ലതാണ്. നിങ്ങളുടെ കുടുംബം നല്ലതാണ് കേട്ടോ, നിങ്ങളുടെ മിനിസ്ട്രി നല്ലതാണ് കേട്ടോ, നിങ്ങളുടെ തലമുറകൾ നല്ലതാണ് കേട്ടോ, നിങ്ങളിരിക്കുന്ന ആ ചെറിയ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ബിസിനസ് ഉണ്ടല്ലോ, നല്ലതാണ്. കളിയാക്കുന്നൊരു ഒത്തിരി പേര് കാണും. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും സുന്ദരൻ എൻ്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ ചെറിയ എൻ്റെ ജീവനായതുകൊണ്ട്. ദൈവം നമ്മളെ നല്ലതെന്ന് പറയുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ജീവനല്ലേ നമ്മൾ. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, നല്ലതാ കേട്ടോ. ആരൊക്കെ നിങ്ങളെ കളിയാക്കിയാലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും നല്ലതെന്ന് കണ്ടു ദൈവം. നിങ്ങൾ നല്ലതെന്ന് കണ്ടു, നിങ്ങളെ വിശ്വസ്തരെന്ന് കണ്ടു. യെസ്, കർത്താവ് ചിലത് നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. യെസ്, ഇനി വാക്ക് പറഞ്ഞെങ്കിൽ നിർത്താം. ദൈവത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, നല്ലത്. അതിൻ്റെ അടുത്ത വാക്ക് സന്ധ്യ ഉഷസ്സുമായി 6-ാം ദിവസം പിന്നെ സ്വസ്ഥതയാ. അടുത്ത ദിവസം സ്വസ്ഥതയാ. കർത്താവ് നിങ്ങളെ കണ്ടാൽ, കർത്താവ് നിങ്ങളെ നോക്കി നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കര സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ നോട്ടത്തിലൂടെ നിങ്ങളുടെ മേൽ വരാൻ പോവുക. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഓർഡറാകാൻ പോവുകയാണ്. കാരണം കർത്താവ് നോക്കുന്നു. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവെ, അങ്ങ് ഞങ്ങളെ നോക്കിക്കൊണ്ട് ഞങ്ങളെ കാവൽ ചെയ്തതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങയുടെ ഒരു നോട്ടം വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് നന്ദി പറയും. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഏറ്റവും ശ്രേഷ്ഠരും വിലയേറിയവരുമായി അങ്ങ് കണ്ടിരിക്കുന്നതിന് നന്ദി പറയും. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കുന്നു. അവർ അങ്ങയുടെ കണ്ണിൽ കർത്താവ് ഏറ്റവും മൂല്യമുള്ളവരായിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശ്രേഷ്ഠകരമായി അങ്ങ് നടത്തുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവേ, അങ്ങവരോട് കൂടെയുള്ളതിന് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങവിലെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ അങ്ങയുടെ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എവിടേക്കോ റിജക്റ്റഡ് ആയി പോയ, തള്ളപ്പെട്ടു പോയ, ഒതുക്കപ്പെട്ടു പോയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കൊള്ളത്തില്ല, എന്നെ കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, എനിക്കറിവില്ല, എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് ഭാരപ്പെട്ട് എവിടേക്കോ റിജക്റ്റഡ് ആയി പോയ, അവഗണിക്കപ്പെട്ട ഈ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ യേശുനാഥിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ ഇപ്പോൾ ഇതിനകത്ത് രോഗികളായി പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. തളർന്നു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് തുടരുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്രൈസിസിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ചില തലമുറയുടെ വിടുതലിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ എല്ലാം മറുപടികൾ ലഭിച്ചതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് സൗഖ്യമായി വീട്ടിലേക്ക് വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ശലോം.
ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.